നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ 2 സുഹൃത്തുക്കൾ എന്നെ കാണാൻ വരികയുണ്ടായി. അതിൽ ഒരു സുഹൃത്ത് റിട്ടയർ ചെയ്തിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞിരിക്കുന്നു. കൂട്ടുകാരൻ സംസാരിച്ചു തുടങ്ങി. റിട്ടയർ ചെയ്ത് പോയിട്ടും ഒരു ദിവസം ഇങ്ങനെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. അവിടുത്തെ ക്യാൻറ്റീനിൽ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ട് സുഹൃത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ ജോലിയെയാണ്. വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാറില്ലായിരുന്നു. അവർക്ക് ആവശ്യമുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തിരുന്നു എന്നതൊഴികെ കുടുംബത്തിലെ മറ്റൊരു കാര്യത്തിലും ഞാൻ ഇടപെടാറില്ലായിരുന്നു. ഞാൻ എൻ്റെ ജോലിയെ സ്നേഹിച്ചിരുന്നു. വീട്ടിൽ വന്നാൽ കൂടെ ജോലി കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുകയും അതിനെപ്പറ്റി ഹോംവർക്ക് ചെയ്യുകയെല്ലാം ചെയ്തിരുന്നു. എന്നാൽ റിട്ടയർമെൻറ്റിന് ശേഷം ഏകദേശം ഒരാഴ്ചയായപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് എൻ്റെ കുടുംബത്ത് യാതൊരു പങ്കും ഇല്ലാതായിരിക്കുന്നു. ഭാര്യയ്ക്ക് എൻ്റെ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം മാത്രം ആവശ്യമായി വന്നു. മക്കളോട് അല്പം സംസാരിച്ചേക്കാം, അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എന്ന് ചെന്നപ്പോൾ ഇത്രയും നാളും അതൊന്നും ഇല്ലാതിരുന്നതിനാൽ മക്കൾ അകന്നു പോകുന്നതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വെറുതെ ഒരു സ്ഥലത്തിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കും, അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ വായിക്കും. ജീവിതം ബോറായി തുടങ്ങി. ഒരു ദിവസം ഭാര്യ എന്നോട് നേരിട്ട് ചോദിച്ചു, നിങ്ങളിവിടെ ഇരിക്കുന്നത് തന്നെ ഞങ്ങൾക്കൊരു ശ്വാസം മുട്ട് പോലെയാണ്. നിങ്ങൾക്കൊന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ? ഏറെ അന്യതാബോധം അലട്ടുന്നതായി എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ ക്യാൻറ്റീനിൽ വന്ന് ഒരു ചായയും വടയും എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സുഹൃത്ത് യാദൃച്ഛികമായി എന്നെ കാണാനിടയായത്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ താങ്കളും റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് കടക്കും. കുടുംബത്തെ സ്നേഹിക്കുക. അങ്ങനെ 2 പേരും കൂടെ വന്നതാണ്. ഒരു കാര്യം ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയത്, ജോലി ചെയ്ത സ്ഥാപനം അവിടെ വേറെ ആൾ വരും, സോഷ്യൽ ആക്ടിവിറ്റീസ് വേറെ ആളുകൾ ഏറ്റെടുക്കും. പക്ഷേ കുടുംബമാണ് എന്നും നമ്മൾക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരിടം നൽകുന്നത്. ജോലി ചെയ്യാം, ജോലിയേക്കാൾ കൂടുതൽ കുടുംബത്തെ സ്നേഹിക്കുന്നതാണ്. ജോലി എന്ന് പറയുന്നത് കുടുംബസന്ധാരണത്തിനായി നാം ചെയ്യുന്ന ഒരു തൊഴിലാണ് എന്നുകൂടെ മനസ്സിലാക്കണം. കുടുംബത്ത് ഉള്ളവരുമായി അടുത്തിടപഴകാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ആ കുടുംബത്ത് തനതായ ഒരു റോള് ഉണ്ടാക്കാനും ശ്രമിച്ചില്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ജോലി അവസരം ഇല്ലാതാകുമ്പോൾ നമ്മൾ ആ കുടുംബത്ത് അന്യരായിത്തീരും. എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരു ഗുണപാഠമായിരിക്കട്ടെ ഇത്. ബാക്കി എത്ര കാര്യങ്ങളുണ്ടായാലും കുടുംബത്തെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിച്ചില്ലെങ്കിൽ പിൽക്കാലത്ത് വിഷമിക്കേണ്ടി വരും. അവസരങ്ങളും നമ്മളുടെ ജോലി സ്ഥാനങ്ങളും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോഴും ചേർത്ത് നിർത്താൻ കുടുംബവും കുടുംബാംഗങ്ങളും ഉണ്ടാവണം. ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങാൻ പ്രേരകമാകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. നന്ദി.